ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. അതിനെ നമ്മൾ 1/2 ലിറ്ററിൻ്റെ 1 ലിറ്ററിൻ്റെ ഒരു ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക. പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ അങ്ങനെ എന്തെങ്കിലും ഒരു ഇരുമ്പിൻ്റെ കഷ്ണം എടുക്കുക. അത് ചൂടാക്കിയ ശേഷം നമുക്ക് ഈ ബോട്ടിൽ ഒരു 5 or 6 ഹോളുകൾ ഇടണം. സോ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ അതിനാദ്യം നമ്മൾ സ്ക്രൂ ഡ്രൈവർ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്ക്രൂ ഡ്രൈവറോ കമ്പിയോ എന്തായാലും മതി. ഞങ്ങൾക്കിപ്പോൾ സ്ക്രൂ ഡ്രൈവർ ഉള്ളതുകൊണ്ട് ഞങ്ങളത് എടുത്തതന്നേ ഉള്ളൂ. സോ ഹോളുകൾ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലിക്വിഡ് ഏത് ലെവലാണ് നിങ്ങൾ ഫില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മേള് വരെ വേണം ഹോളുകൾ ഇടാനായിട്ട്. ഒരിക്കലും ലിക്വിഡ് ലെവലിൻ്റെ അടുത്തോട്ട് പോകരുത്. പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രയത്നം വെറുതെയാവും. നിങ്ങൾക്ക് കാണാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ഹോള് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് ഹോൾ നമ്മൾ ഇട്ടിരിക്കുകയാണ്. നമ്മൾ സെക്കൻഡ് ഹോൾ ഇട്ടു. നമ്മുടെ മൂന്നാമത്തെ ഹോൾ ഇട്ടിരിക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ തുളയിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ടോപ്പിൽ നിങ്ങൾ ആവശ്യത്തിന് ഹോൾ ഇടുക. പിന്നെ നമ്മുടെ ഈ നെക്സ്റ്റ് അതായത് സെൻറ്റർ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരുപാട് ഇറക്കി ഹോൾ ഇടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അവിടെ ആയിരിക്കും നമ്മുടെ ലിക്വിഡ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. സോ ലിക്വിഡ് ഫില്ല് ചെയ്യണതിൻ്റെ മുകളിലായിട്ടേ നമ്മുടെ ഹോളുകൾ നിൽക്കാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിന് ഹോളുകൾ ബോട്ടിലിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ലെവലിലോട്ടാണ് ലിക്വിഡ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് എന്നാ ലിക്വിഡ് ഇതിനകത്ത് ഫില്ല് ചെയ്യുന്നുള്ളതിലോട്ട് നമുക്ക് കിടക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് നമ്മുടെ സൊല്യൂഷൻ ലിക്വിഡ് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഈച്ചനെ ആകർഷിക്കാനുള്ള അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ശർക്കരയാണ്. പിന്നെ നമ്മുടെ ഈസ്റ്റാണ് വേണ്ടത്. ഈസ്റ്റ് നിങ്ങൾക്ക് ഈ അപ്പമൊക്കെ പുളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഈസ്റ്റാണ്. അപ്പോൾ ഈ രണ്ട് സാധനങ്ങളാണ് നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടത്. പിന്നെ കുറച്ച് വെള്ളം. സോ അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ശർക്കര അരിയുക. അരിഞ്ഞ ശേഷം നമ്മളതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ലപോലെ തരിയൊക്കെ ഉടയുന്ന രീതിയിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഒരല്പം ഈസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്യാം. ഈസ്റ്റ് സ്പൂണിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഓക്കെ, ഇതോടുകൂടി ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് നേരം അതിനെ ഒന്ന് കുപ്പിക്കകത്ത് വെച്ച് പുളിക്കാനായിട്ട് വെക്കാം നമുക്ക്. ഓക്കെ, ഇപ്പോൾ ഏകദേശം നമുക്ക് കാണാം ഇത്രയും വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ കുഴിയുടെ താഴെ ഹോൾ ഇട്ടതിൻ്റെ താഴെ വെള്ളം നിൽക്കാവുള്ളൂ. ഓക്കെ, ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ ബോട്ടിലും അതിൻ്റെ ലിക്വിഡും കൂടി ഈച്ച ശല്യമുള്ള സ്ഥലത്ത് നമ്മൾ വെച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈച്ചകൾ അതിൻ്റെ ചുറ്റും കൂടിയിട്ടുണ്ട്. ശർക്കരയുടെ മണം പിടിച്ച് ഹോളിലേക്ക് വരുന്നു. ഇത് സംഭവിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോളുകളിലൂടെ ഈച്ച അകത്തി എന്നിട്ട് ഈ ശർക്കര ലായനി കുടിച്ച് മയങ്ങി അതിനകത്ത് തന്നെ കിടക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം അങ്ങനെ ശർക്കര ലായനി കുടിച്ച് മയങ്ങി കിടക്കണ കാണാം. നമ്മൾ നേരത്തെ വെച്ച കുപ്പി ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷമുള്ള ഒരു വീഡിയോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ധാരാളം ഈച്ചകൾ കുടുങ്ങി കിടക്കണ കാണാം. അപ്പം ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈച്ച ശല്യം ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം.